പിന്നെ മൈമാക്കാൻ്റെ അപ്പ പേര് എനിക്കറിയില്ല. ഇത് കവണിയിലെ ഏനുവാക്കാൻ്റെ അപ്പ. ഇത് വാവു ഹാജി, ഇത് മൈമാലി ഹാജി, ഇത് കാൽദ ഹാജി. ഇത് മുക്കാട്ട ചാമി അച്ഛനാണേ. അതപ്പു, ഇതപ്പു. ഇത് പിന്നെ കുട്ടിക്കൻ്റെ അച്ഛനെ. ഇത് ശ്രീധരൻ്റെ വല്യച്ഛൻ കോത. ഇത് പിന്നെ ഉദയമാക്ക. പിന്നെ പേരറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട്, ഒരു 10-40 ആൾ ഇപ്പം ഇതിലുണ്ട്. പിന്നെ അപ്പോൾ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ആൾക്കാരെ മോശം അത് പുത്തങ്കോട്ട അബ്ദുകാക്കുണ്ട്. പിന്നെ മുക്കാട്ട കുഞ്ഞാലാജി, മുക്കാട്ട അബ്ദുൽഖാജി ആക. അങ്ങനെ ഒക്കെ ആ പിന്നെ അഗ്ഗിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോ എന്ന് തോന്നുന്നത് പഴയ കാലത്ത്. അന്ന് ഇവിടെ ക്യാമറ ഒന്നും ബില്ലായിട്ട് കോയമ്പത്തൂരിൽ നിന്നൊക്കെ കൂടുന്ന ഫോട്ടോ എടുത്തതാണേ. ഫോട്ടോ പിന്നെ ഇതിൻ്റെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ആ കടലാസിനൊന്നും ഇപ്പോഴും ഒരു കേടില്ല. അപ്പോൾ ഇപ്പോൾ പുതിയത് എടുത്തിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കിട്ടിയ പിന്നെ ഞാനങ്ങനെ മമസ്നാജിൻ്റെ മുകളിലിരുന്നു മതി. അവിടെ നിന്ന് കിട്ടിയിട്ട് അങ്ങനെ അതിൻ്റെ കോപ്പി എടുത്തിട്ട് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിരുന്നു. അവിടെ കമ്പ്യൂട്ടറിൽ കയറ്റിയിരുന്നു. പിന്നെ അതിൽ മയമുഖാക്ക, പിന്നെ എന്താ ഇപ്പോൾ പുത്തമ്പരക്കലെ കുഞ്ഞാലാജിൻ്റെ വലിയ മാളെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ആമിക്കുട്ടി താത്ത. അങ്ങനെ മുക്കാട്ട മയമ്മാജി ഉണ്ട്. അങ്ങനെ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പിന്നെ കോതയും പിന്നെ കുഞ്ഞാലിയൊക്കെ പറഞ്ഞു തന്ന ആൾക്കാരെ ഇങ്ങനെ മനസ്സിലാക്കി തന്ന അച്ഛനൊക്കെ ഇന്നാളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നമ്മൾ 1.5 വയസ്സില്ല. അപ്പോൾ അച്ഛനെ ഞാൻ എനിക്ക് കണ്ട ഓർമ്മയില്ല. ഈ ഫോട്ടോത്തിൽ കൂടി കണ്ടിട്ട് ഞാൻ വലുതാക്കി എടുത്താണ്. അതേമാതിരി പിന്നെ പൈസലിന് ഓൽക്ക് ഞാനൊരു കോപ്പി കൊടുത്തു. അപ്പോൾ അത് വലുതാക്കി എടുത്തു അവിടെ വെച്ചിക്കണു. അപ്പോൾ ഒരു 10-90 കൊല്ലമൊക്കെ പഴക്കമുണ്ടാവും ഇപ്പോൾ ഇനി പറയുകയാണെങ്കിലേ. ഇപ്പോൾ ഇത് പബ്ലിസിറ്റി ആക്കാൻ പറ്റുമോ എന്തോന്നല്ല അറിയില്ല. കുറേ മുമ്പ് നൈരീത് ശല്യം ചെയ്തിട്ട് അതിനെ വെടിവെച്ച് അതിൻ്റെ ഇതൊക്കെ അതിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ ഈ ഏനുകാക്കാനെ കടിച്ച നെരിയാതി. ഏനുകാക്കാനെ പിന്നെ ഇങ്ങനെ മലയ്ക്ക് പോയിട്ടേ ഏനുകാക്കാനെ പിന്നെ ചാടിയിട്ട് കൗത്തുക്ക് ഇങ്ങോട്ട് ചാടി കടിച്ചു തറേ. അതിൽ പിന്നെ മരത്തുമ്മ കയറിങ്ങനെ മടിക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ പിന്നെ തോക്കിൻ്റെ ചട്ടി കൗത്തും കൂടിയും കൂടിയിട്ട് നെരി കടിച്ചതാണ്. അതിൽ താഴത്തുനിന്ന് പോക്കുണ്ണിയാഴ്ച വെടിവെച്ചു എന്ന് പറയുന്നുണ്ട്. ഏനുകാക്ക മമ്മദ് തങ്ങളെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വെക്കിയുടെ വീട്ടിൽ നിന്ന് അയാളെന്നെ വന്നറേ. അപ്പോൾ വെടിവെച്ച് അങ്ങനെ ഇപ്പോൾ നരി പിന്നെ അങ്ങനെ അടർന്നുകൊണ്ട് വീണത്തറ അവിടുന്ന്. അങ്ങനെ അതിനെ ശരിയാക്കി പോലും ഇങ്ങനെ പുറത്ത് കൊടുന്നിട്ട് കാപ്പുകൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്ന് ഓരോ വീടുകളിൽ കൂടി പോയിട്ടേ അരിയും നിലവൊക്കെ കിട്ടിത്തറയത്ത്. അങ്ങനെ അന്നത്തെ കാലം അതല്ലേ. എന്നിട്ട് അങ്ങനെ അഗ്ഗിൽ കൊണ്ടിട്ട് അവിടെ ഒക്കെ ഇതിനെ അവിടെ കിണറ്റിലിട്ടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ നമുക്ക് ഓർമ്മയില്ലത് ഓരോരുത്തർ പറഞ്ഞു തരുന്നതാണ്. ഈ ഫോട്ടോത്തിൽ കൂടി പിന്നെ ഈ ഫോട്ടോത്തിൽ ഇപ്പോൾ കാണുന്നതിലൊന്നും ജീവിച്ച് ഇരിപ്പില്ല. എല്ലാവരും പോയിക്കണം. ഓലെ മക്കളായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ കോതയ്ക്കാണ് ഇപ്പോൾ അതിലുണ്ടായിരുന്ന ആൾക്കാർ. കോത, കുഞ്ഞാലിബിയാജി അതുപോലൊക്കെ പറഞ്ഞ ഇതിലാണ് ഉണ്ട്. പിന്നെ മമ്മസങ്ങാക്കുണ്ട്, മൈമുകാക്കാൻ്റെ ഏട്ടുണ്ട്. പിന്നെ ചിലവിലൊക്കെ അത് ഓർമ്മ ശരിക്കും കണ്ടുപോലൊക്കെ ഇപ്പോഴും ഉണ്ട് ചിലവിൽ. പക്ഷേ ഫോട്ടോയിൽ പെട്ടുപോലെ അധികം ആൾക്കാരൊക്കെ മരിച്ചു പോയിക്കണം. നരി വന്നിട്ട് ഓരോ വീടുകളിലും പശുക്കളിയൊക്കെ ശല്യം ചെയ്യുന്നതാണ് ഈ നായാട്ടല്ലേ. നായ ഓരോ പാർട്ടി ഫുട്ബോൾ കളിക്കാരെ മാതിരി ഓരോ പാർട്ടിക്കാരിങ്ങനെ തമ്മിൽ ഓരോ പാർട്ടികൾ കൂടിയിട്ട് നായാട്ടിനെന്നാലും ഓരോരുത്തരും വാശി നിൽക്കുമ്പോൾ ജീവനോടെ പന്നീനെ പിടിക്കുക, ഇങ്ങോട്ട് പന്നിക്ക് കുടമ്പഴണിയൊക്കെ കെട്ടിയിട്ട് ജാഥ വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അച്ഛനൊക്കെ ജീവനോടെ പന്നീനെ പിടിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങോട്ട് റോട്ടിൽ കൂടി ഇങ്ങനെ ജാഥ വിളിച്ച് നടക്കുക. പിന്നെ നായാട്ടിലൊക്കെ വാശി വന്നിട്ടേ ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ വേറെ പിന്നെ എതിർ പാർട്ടി ചാരായം കൊടുന്ന് വാറ്റിയിട്ട് പിന്നെ എക്സൈസുകാരെ കൊടുന്ന് പിടിപ്പിച്ചിട്ടുണ്ടേ. എന്നിട്ട് അങ്ങനെ എക്സൈസുകാർ വന്നിട്ട് പിന്നെ അച്ഛന് പുത്തങ്കോട്ടെ പിന്നെ കൊണ്ടുപോയിട്ടേ പിന്നെ അവിടെ പിന്നെ ഒളിപ്പിച്ചിരിക്കുന്നതേ. അതിൽ അയിത്താജി എന്താ പറയുക, ഇവിടെ നിന്ന് ജാമ്യം കിട്ടിയില്ലേ ഞാൻ വെടി വെക്കും എൻ്റെ തൂക്കുണ്ട് കടയുന്നുണ്ട്. എക്സൈസുകാർ പിന്നെ അവിടെ നോക്കില്ല എന്ന് പറഞ്ഞു.
എക്സൈസുകാരോട് അച്ഛൻ പറഞ്ഞത്രേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൂ ഞാനത് അറിയില്ല എനിക്ക് അതിൻ്റെ കച്ചവടമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത്രേ. അപ്പോൾ പിന്നെ തൊടി കൂടിയൊക്കെ കൊടുന്ന് പിന്നെ ആരോ ചാരായം വാറ്റി കൊടുന്ന് വെച്ചിക്കുക. അങ്ങനെ ഈ നായാട്ടിൽ വാശി വന്നിട്ടേ അങ്ങനെ പിന്നെ ഓല് പറഞ്ഞാൽ ഓരോ വാശിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നല്ലേ ഈ ഐത്താജി ഇങ്ങനെ പിന്നെ പഴയ കാരണന്മാരൊക്കെ ഓലിക്ക് വേണ്ടിയിട്ടൊക്കെ ജീവൻ കളയുന്ന ഓല് പോയി മരിക്കുന്നു പറഞ്ഞാലും പോയി മരിച്ചിരുന്നു.